ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ സാമ്പിളിംഗ് ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ HSSTയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് മുന്നുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ സാമ്പിളിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ ഫസ്റ്റ് ഏരിയ ആയിട്ടുള്ള സ്റ്റെപ്സ് ഇൻ റിസർച്ച് എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്കറിയാം ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം, എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ സർവേ, ഡെവലപ്മെന്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ്, പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ, ദെൻ ഫിഫ്ത്ത് വൺ ആണ് ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ. അതായത് നമ്മളുടെ റിസർച്ചിന് 5 സ്റ്റെപ്പുകളാണുള്ളത് അല്ലേ? നമ്മളുടെ റിസർച്ചിന് എത്ര സ്റ്റെപ്പുകളാണുള്ളത്? 11 സ്റ്റെപ്സ് ആണുള്ളത്. 5 അല്ല, 11 സ്റ്റെപ്സ് ആണുള്ളത്. ആ 11 സ്റ്റെപ്സ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം, സെക്കൻഡ് സ്റ്റെപ്പ് എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ സർവേ, തേർഡ് വൺ ആണ് ഡെവലപ്മെന്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ്, ഫോർത്ത് വൺ ആണ് പ്രിപ്പയറിംഗ് റിസർച്ച് ഡിസൈൻ, ഫിഫ്ത്ത് വൺ ആണ് ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ. എന്തുകൊണ്ടാണ് ഇത് 5ാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മളുടെ മുന്നിലുണ്ടാവുന്ന ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? നമ്മളുടെ മുന്നിൽ വന്ന ഒരു റിസർച്ചർക്ക്, ഒരു ഗവേഷകന്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ആ ചോദ്യമാണ് എന്ത്? ഈ ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റിസർച്ച് പ്രോബ്ലം എന്ത് ചെയ്യുക? ഒരു പാരഗ്രാഫായിട്ട് ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ സർവേ. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള, അപ്പോൾ ഞാനാണ് റിസർച്ചർ എങ്കിൽ എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ എവിടെ നിന്ന് കണ്ടെത്തണം? നിലവിലുള്ള എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ, അതായത് എനിക്ക് മുമ്പുള്ള ഗവേഷകർ കണ്ടുപിടിച്ചു വച്ചിരിക്കുന്ന കുറേ പ്രബന്ധങ്ങൾ ഉണ്ടാവും, ചില ആർട്ടിക്കിളുകൾ ഉണ്ടാവും, ജേണലുകളിൽ ചില ആർട്ടിക്കിളുകൾ ഉണ്ടാവും. ഈ ആർട്ടിക്കിളുകൾ ഞാൻ എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. ആ വായിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ഈ റിസർച്ച് പ്രോബ്ലത്തിനുള്ള ആൻസർ എവിടെ നിന്ന് കിട്ടിയേക്കാം? ലിറ്ററേച്ചർ സർവേയിൽ നിന്ന് കിട്ടിയേക്കാം. ഓക്കെ, ലിറ്ററേച്ചർ സർവേ വായിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നമുക്ക് എന്ത് തോന്നാം? വീണ്ടും ചില ക്വസ്റ്റ്യൻ കൂടി എമർജ് ചെയ്തു വരാം. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്തു വരും? ചിലപ്പോൾ ഈ റിസർച്ച് പ്രോബ്ലത്തിനുള്ള എക്സാക്റ്റ് ഉത്തരം നമുക്ക് ഈ ലിറ്ററേച്ചർ സർവേയിലൂടെ കിട്ടണമെന്നില്ല. ആ ലിറ്ററേച്ചർ സർവേ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഒരു 3-4 ചോദ്യങ്ങൾ കൂടി നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. ഓക്കെ, ഈ 3-4 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 5-6 ചോദ്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് എന്ത് കുറച്ച് ചോദ്യങ്ങളായിട്ട് നിൽക്കുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ആ റിസർച്ച് ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ടുള്ള വീണ്ടും ലിറ്ററേച്ചർ സർവേസ് എല്ലാം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? ചില ഹൈപ്പോത്തിസിസ്, ചില അസംഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളുടെ ഏരിയ, നമ്മൾ ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു, ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റുള്ള ലിറ്ററേച്ചർ സർവേസ് എല്ലാം നമ്മളുടെ കയ്യിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതിനുള്ള ഉത്തരമില്ല എങ്കിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റുള്ള ചില ഉത്തരങ്ങൾ, അതായത് ആ ലിറ്ററേച്ചർ റിവ്യൂവിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കയറി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിൽ വരും, ഓക്കെ ഗ്ലോബലി ഇന്ന കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, സോ ഇന്ത്യയിലും ഈ ഉത്തരമായിരിക്കാം എന്നുള്ളതിൽ ഒരു അസംഷൻ നമുക്ക് വരും. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ ഇന്ന ഉത്തരമാണ് എന്നുള്ളതിൽ എന്തില്ല? ലിറ്ററേച്ചർ സർവേയിലില്ല. നമ്മൾ ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു പഠനമേ നടന്നിട്ടില്ല. വിദേശ രാജ്യങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ല. സോ നമ്മളുടെ എക്സാക്റ്റ് ചോദ്യം, അതായത് നമ്മളുടെ റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവിനുള്ള ഉത്തരം എവിടെയില്ല? എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിലില്ല. എന്നാൽ നമ്മുടെ ചോദ്യത്തിന് സമാനമായിട്ടുള്ള ചില ഉത്തരങ്ങൾ വിദേശ രാജ്യങ്ങളിലുള്ള മറ്റുള്ള പഠനങ്ങളിലുണ്ട്. ഓക്കെ, അതാണ് എന്താ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. ആ ലിറ്ററേച്ചർ റിവ്യൂവിൽ നമ്മൾ എന്തിലേക്ക് എത്തി? ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തു, ഒരു അസംഷൻ ഡെവലപ്പ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഒരു 3-4-5 അല്ലെങ്കിൽ 5-10 അസംഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. ദാറ്റ് ഈസ് റിസർച്ച് ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തെടുത്തു. ആ റിസർച്ച് ഹൈപ്പോത്തിസിസ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തഡോളജിയിലൂടെ നമ്മൾ റിസർച്ച് ചെയ്യണം. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? പ്രിപ്പയറിംഗ് റിസർച്ച് ഡിസൈൻ. നമ്മളൊരു റിസർച്ച് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അതായത് നമ്മളൊരു ഡെസ്ക്രിപ്റ്റീവ് റിസർച്ചോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റിലോ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണോ നമ്മളുടെ ഹൈപ്പോത്തിസിസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസർച്ച് ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആളുകളുടെ അടുത്ത് പോയി പഠിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആളുകളുടെ ഒരു ബിഹേവിയറിനെ പറ്റി, ആളുകളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറിനെ പറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ആ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറിനെ പറ്റിയാണ് പഠിക്കേണ്ടതെങ്കിൽ അതിന് വേണ്ട സാമ്പിളിംഗ് നമ്മൾ തിരഞ്ഞെടുക്കണം. ദാറ്റ് ഈസ് ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള യങ് ആയിട്ടുള്ള ആളുകളുടെ ക്രിപ്റ്റോ കറൻസീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയറിനെ പറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ പഠിക്കേണ്ട ഒരു പഠനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക?
നമ്മൾ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം, ശരിയല്ലേ? അങ്ങനെ ഒരു ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു ഡെസ്ക്രിപ്റ്റീവ് റിസർച്ചാണ് ചെയ്യുന്നത്. ആ ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക, ആളുകളുടെ അടുത്ത് പോയി ഡാറ്റ കളക്ട് ചെയ്യണം. സോ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി ചെയ്യുന്ന മൊത്തത്തിലുള്ള ആളുകൾ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോപ്പുലേഷൻ എന്ന് വിളിക്കുക. ഈ വോൾ പോപ്പുലേഷൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്നൊരു സാമ്പിൾ നമ്മൾ എടുക്കും, അല്ലേ? സോ ആ സാമ്പിളിംഗ് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഹൗ ടു ഡിറ്റർമിനിങ് ദ സാമ്പിൾ ഡിസൈൻ, അതാണ് നമ്മൾ പറയുന്ന 5ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള ഒരു 3-4 വീഡിയോസ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമ്പിളിംഗ് ഡിസൈനിനെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പാണ് ഡിറ്റർമിനിങ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. സാമ്പിൾ ഡിസൈൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ആ സാമ്പിൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 350 സാമ്പിൾ ഡിസൈൻ ചെയ്തു, ആ 350 പേരെടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, എക്സിക്യൂഷൻ ഓഫ് ദ പ്രോജക്റ്റ്. അവരെടുത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, അനലൈസിസ് ഓഫ് ഡാറ്റ അനലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ദെൻ ജനറലൈസേഷൻ, ഇന്റർപ്രിട്ടേഷൻ, പ്രിപ്പറേഷൻ ഓഫ് ദ റിപ്പോർട്ട് ഓഫ് തീസിസ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു റിസർച്ച് ചെയ്യുന്നത്. സോ നമ്മൾ എത്തിയിരിക്കുന്ന സ്റ്റെപ്പ് ഏതാണ്, നമ്മൾ എത്തി നിൽക്കുന്ന സ്റ്റെപ്പ് 5ാമത്തെ സ്റ്റെപ്പാണ്. ദാറ്റ് ഈസ് ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ സാമ്പിൾ ഡിസൈൻ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യമേ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, യുവർ റിസർച്ച് ഡിസൈൻ ഷുഡ് ക്ലിയർലി ഡിഫൈൻ ഹൂ ഓർ വാട്ട് യുവർ റിസർച്ച് വിൽ ഫോക്കസ് ഓൺ ആൻഡ് ഹൗ വിൽ യു ഗോ അബൌട്ട് ചൂസിങ് യുവർ പാർട്ടിസിപ്പൻസ് ഓർ സബ്ജക്ട്സ്. അതായത് യുവർ റിസർച്ച് ഡിസൈൻ ഷുഡ് ക്ലിയർലി ഡിഫൈൻ ഹൂ ഓർ വാട്ട് യുവർ റിസർച്ച് വിൽ ഫോക്കസ് ഓൺ. നിങ്ങളുടെ റിസർച്ച് ഡിസൈനിൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ആരുടെ അടുത്ത് നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, വാട്ട് യുവർ റിസർച്ച് വിൽ ഫോക്കസ് ഓൺ, നിങ്ങളുടെ റിസർച്ച് എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് ഏത് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്, 4ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ റിസർച്ച് മെത്തഡോളജി അഥവാ റിസർച്ച് ഡിസൈനിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹൗ വിൽ യു ഗോ അബൌട്ട് ചൂസിങ് യുവർ പാർട്ടിസിപ്പൻസ് ഓർ സബ്ജക്ട്, നമ്മൾ എങ്ങനെ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യും എന്നെല്ലാം നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ റിസർച്ച് മെത്തഡോളജി അഥവാ റിസർച്ച് ഡിസൈനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പ് റിസർച്ച് ഡിസൈൻ ഉണ്ട്. നമ്മൾ പർപ്പസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന റിസർച്ച് ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ആയിരിക്കും. അതല്ലെങ്കിൽ ഏത് റിസർച്ച് ഡിസൈൻ ആയിരിക്കും, ഒരു അനലറ്റിക്കൽ റിസർച്ച് ഡിസൈൻ ആയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ആയിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ഏതായിരിക്കും, ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ പ്രെഡിക്റ്റീവ് റിസർച്ച് ആയിരിക്കും. അങ്ങനെ ഈ 4 ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ ആയിരിക്കും ഒരു പർപ്പസ് അനുസരിച്ച് വരാം. ഓക്കെ, ദെൻ പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, അതൊരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിക്സഡ് അപ്രോച്ച് ആയിട്ടായിരിക്കാം നമ്മൾ റിസർച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസർച്ച് ഡിസൈനിൽ 4ാമത്തെ സ്റ്റെപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ റിസർച്ച് ഡിസൈൻ ഡെസ്ക്രിപ്റ്റീവ് ആണോ, അതോ അനലറ്റിക്കൽ ആണോ, അതോ എക്സ്പ്ലോറേറ്ററി ആണോ, അതോ പ്രെഡിക്റ്റീവ് ഓർ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഏത് പ്രോസസ്സിലൂടെയാണ് ഞാൻ ഈ റിസർച്ച് ചെയ്യുന്നത്, അത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ, ക്വാളിറ്റേറ്റീവ് ആണോ, മിക്സഡ് അപ്രോച്ച് ആണോ എന്നുള്ളതും എന്ത് ചെയ്തിട്ടുണ്ടാവും, 4ാമത്തെ സ്റ്റെപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതുകൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയും, അതിൻ്റെ ഔട്ട്കം നമ്മൾ പറയും. ഓക്കെ, നമ്മളുടെ റിസർച്ച് ഡിസൈൻ ഏത് ഔട്ട്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് പറയും. ഔട്ട്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ റിസർച്ച് അപ്ലൈഡ് റിസർച്ച് ആണോ, അതോ ബേസിക് പ്യുവർ ഓർ ഫണ്ടമെൻ്റൽ റിസർച്ച് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ എന്തായിരിക്കും, അപ്ലൈഡ് റിസർച്ച് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും, ബേസിക് റിസർച്ച്, അല്ലെങ്കിൽ പ്യുവർ റിസർച്ച്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റിസർച്ച്, അതിലേതെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്തു, നമ്മൾ റിസർച്ച് ഡിസൈൻ നമ്മൾ ചെയ്തു. റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ പറയും, നമ്മുടെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡനൽ റിസർച്ച് ആണോ, അതോ ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണോ എന്നുള്ളത്, അഥവാ 1 ടൈം റിസർച്ച് ആണോ, ലോഞ്ചിറ്റ്യൂഡനൽ റിസർച്ച് ആണോ, ഇനി 1 ടൈം തന്നെയാണെങ്കിൽ ക്രോസ് സെക്ഷണൽ റിസർച്ച് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ റിസർച്ച് ഡിസൈനിൽ പറഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങൾ 4ാമത്തെ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, റിസർച്ച് ഡിസൈനെ പറ്റി എല്ലാം പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നത് ഒരു ക്രോസ് സെക്ഷണൽ ഡിസൈൻ ആണെന്ന് വിചാരിക്കാം. അതായത് നമ്മളുടെ പഠനത്തിൽ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്ന ആളുകളുടെ ഒരു ബിഹേവിയറിനെ പറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്ന ആളുകളുടെ ബിഹേവിയറിനെ പറ്റി പഠിക്കുമ്പോൾ എനിക്ക് ഒരു അസംഷൻ ഉണ്ട്, മെയിലിനാണോ ഫീമെയിലിനാണോ ക്രിപ്റ്റോ കറൻസീസിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബിഹേവിയർ കൂടുതൽ, ആ ഒരു ഇൻറ്റൻഷൻ കൂടുതൽ
പുരുഷനാണോ സ്ത്രീക്കാണോ എന്നെനിക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ 4ാമത്തെ സ്റ്റെപ്പിൽ റിസർച്ച് ഡിസൈൻ പറയുമ്പോൾ ഞാൻ ഏത് റിസർച്ച് ഡിസൈൻ ആണെന്നാണ് പറയുക? അതൊരു ലോഞ്ചിറ്റ്യൂണൽ റിസർച്ച് അല്ല, അതെന്താണ്, ഒരു വൺ ടൈം റിസർച്ച് ആണ്. മോറോവർ ഇറ്റ് ഈസ് എ ക്രോസ് സെക്ഷണൽ സ്റ്റഡി, ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡിയാണ്. അതായത് മെയിൽ ഫീമെയിൽ ഒരു കമ്പാരിസൺ നടത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് റിസർച്ച് ഡിസൈനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്നത്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? ദാറ്റ് ഈസ് വിൽ ഫോക്കസ് ഓൺ ആൻഡ് ഹൗ വിൽ യു ഗോ അബൌട്ട് ചൂസിങ് യുവർ പാർട്ടിസിപ്പൻസ് ഓർ സബ്ജക്റ്റ്. നമ്മളുടെ പാർട്ടിസിപ്പൻസ് ആരാണ് എന്നുള്ളതെല്ലാം നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മളുടെ റിസർച്ച് ഡിസൈനിൽ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ സ്റ്റെപ്പിൽ ഏകദേശം ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, മെയിലിനെ ഫീമെയിലിനെ വെച്ചൊരു കമ്പാരിസൺ നടത്താനുണ്ട്, ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണെന്ന് നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ മെയിൽ ഫീമെയിൽ വരുന്ന രീതിയിലുള്ള റിസർച്ച് സാമ്പിളിംഗ് ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ, നമുക്ക് സാമ്പിൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ മനസ്സിൽ കരുതിയിരിക്കുക, എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇൻ റിസർച്ച് എ പോപ്പുലേഷൻ ഈസ് ദ എൻറ്റയർ ഗ്രൂപ്പ് ദാറ്റ് യു വാണ്ട് ടു ഡ്രോ കൺക്ലൂഷൻസ് അബൌട്ട്, വൈൽ എ സാമ്പിൾ ഈസ് ദ സ്മോളർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് you will actually collect data from. In research, population is the entire group. Population എന്ന് വെച്ചാൽ എന്താണ്? എൻറ്റയർ ഗ്രൂപ്പാണ്. ഓക്കെ, ഈ എൻറ്റയർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസീസ്, നമ്മൾ ഇന്ത്യയിലാണല്ലോ പഠനം നടത്തുന്നത്. ഇന്ത്യയിൽ എന്താണ്? യൂത്ത്, ഇന്ത്യയിലുള്ള യുവജനങ്ങൾ, ആ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്ന യുവജനങ്ങളുടെ ബിഹേവിയർ എന്താണ്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മളുടെ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ജനങ്ങളുമല്ല, ആ ജനങ്ങളിൽ നിന്ന് ആരെ മാത്രമാണ് നമ്മുടെ പോപ്പുലേഷൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? യങ് ആയിട്ടുള്ള, യൂത്ത് ആയിട്ടുള്ള 40 വയസ്സിൽ താഴെയുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതാണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് എത്ര ആളുകളുണ്ടാവും? ലക്ഷക്കണക്കിന് ആളുകൾ ചിലപ്പോൾ ക്രിപ്റ്റോ കറൻസീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു 2 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇൻ റിസർച്ച് എ പോപ്പുലേഷൻ ഈസ് ദ എൻറ്റയർ ഗ്രൂപ്പ് ദാറ്റ് യു വാണ്ട് ടു ഡ്രോ കൺക്ലൂഷൻ അബൌട്ട്, വൈൽ എ സാമ്പിൾ ഈസ് ദ സ്മോളർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ യു വിൽ ആക്ച്വലി കളക്ട് ഡാറ്റ ഫ്രം. നമുക്ക് ഈ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ആളുകളുടെ അടുത്ത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുന്നു? ആ ഒരു 2 ലക്ഷം ആളുകളിൽ നിന്ന് ഒരു കുറച്ച് സാമ്പിൾസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാമ്പിൾ ഈ പോപ്പുലേഷനിൽ നിന്ന് ഇവിടെ നിന്നെടുക്കണോ എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ഈ 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രീ റിക്വസിറ്റ്സ് ബിഫോർ ടേക്കിംഗ് സാമ്പിൾ. അങ്ങനെ നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷുഡ് എ സാമ്പിൾ ബി ടേക്കൺ? നമ്മൾ സാമ്പിൾ എടുക്കണോ? അതൊരു നല്ലൊരു ചോദ്യമാണ്, ശരിയല്ലേ? അതായത് നമ്മളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ആകെ ഒരു 50 പേരോ അല്ലെങ്കിൽ 100 പേരെ ആകെ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്ന ആളുകളുള്ളൂ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉള്ളൂ എന്ന് വിചാരിക്കാം. സപ്പോസ് അങ്ങനെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിന് ഈ 100 പേരുള്ളൂവെങ്കിൽ ആ 100 പേരെടുത്ത് ഡാറ്റ കളക്ട് ചെയ്താൽ പോരെ? പിന്നെ സാമ്പിളിങ് ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണ്ട. സോ പ്രീ റിക്വസിറ്റ് ബിഫോർ ടേക്കിംഗ് സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ചെയ്യേണ്ട കാര്യമാണെന്ത്? ഷുഡ് എ സാമ്പിൾ ബി ടേക്കൺ? ഞാൻ സാമ്പിൾ എടുക്കണോ? അത് എന്ത് ചെയ്താൽ മതി? ആ എല്ലാ പോപ്പുലേഷൻ്റെ അടുത്തുനിന്നും, ആ വോൾ പോപ്പുലേഷനാണ് 100 പേരെടുത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്താൽ മതിയോ? ആ 100 പേരെടുത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്തതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെൻസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെൻസസ് വേണോ അതോ സാമ്പിളിംഗ് വേണോ എന്നുള്ളത് എന്ത് ചെയ്യാം? ഒരു റിസർച്ചർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം. ഓക്കെ, ഇഫ് സോ സാമ്പിൾ വേണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ട് പ്രോസസ് ഷുഡ് ബി ഫോളോഡ്? ഞാൻ ഏത് പ്രോസസ്സിലൂടെ പോകണം? അതായത് ഞാനൊരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് എടുക്കണോ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എടുക്കണോ, അത് സാമ്പിളിംഗ് മെത്തഡോളജീസിൽ ഏത് മെത്തേഡ് ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. സോ ഇതിന് ഞാനൊരു അഡ്രസ്സ് ചെയ്യണം. ദെൻ വാട്ട് കൈൻഡ് ഓഫ് സാമ്പിൾ ഷുഡ് ബി ടേക്കൺ? ഏത് ടൈപ്പ് സാമ്പിളാണ് ഞാൻ എടുക്കേണ്ടത്? ഓക്കെ, അതെൻ്റെ മനസ്സിലേക്ക് വരണം. ഹൗ ലാർജ് ഷുഡ് ബി ഇറ്റ്? അതിൻ്റെ സാമ്പിളിൻ്റെ സൈസ് എത്രയാണ്? 200 വേണോ, 300 വേണോ, 400 വേണോ? അതിൻ്റെ സാമ്പിളിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരിക്കണം. ദെൻ വാട്ട് ക്യാൻ ബി ഡൺ ടു കൺട്രോൾ ആൻഡ് അഡ്ജസ്റ്റ് ഫോർ എറേഴ്സ്? അതായത് നമ്മൾ സാമ്പിളിംഗ് എടുക്കുമ്പോൾ ചിലപ്പോൾ എന്ത് പറ്റാം? എറർ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് എറർ പറ്റാന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് മാത്രമായിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആക്സിഡൻ്റലി ചിലപ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കാം?
ചിലപ്പോൾ ക്രിപ്റ്റോ കറൻസീസിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത, അതായത് നമ്മൾ എന്താണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ പറ്റിയുള്ള ഒരു പഠനമാണ്. ചിലപ്പോൾ അദ്ദേഹം എവിടെയായിരിക്കും, വിദേശത്ത് ക്രിപ്റ്റോ കറൻസീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളുടെ സാമ്പിളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ലാത്ത ആളാണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിനെ സാമ്പിളിങ്ങിൽ നിന്ന് ഒഴിവാക്കണം. ചിലപ്പോൾ ആക്സിഡൻ്റലി ഇങ്ങനെയുള്ള എറേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ വാട്ട് ക്യാൻ ബി ഡൺ ടു കൺട്രോൾ ആൻഡ് അഡ്ജസ്റ്റ് ഫോർ എറേഴ്സ്? ഇത്തരത്തിലുള്ള എറേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം? ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ ഈ പറയുന്ന സാമ്പിളിങ്ങിന് നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രീ റിക്വസിറ്റ് ബിഫോർ ടേക്കിംഗ് സാമ്പിൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ദെൻ എലമെൻറ്റ്. എന്താണ് എലമെൻ്റ്? ഉണ്ട്, സാമ്പിളിംഗ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, an object that possesses that information sought by the researcher and about which inference are to be made. Example, in surveys of individuals an element is a respondent. ഈ എലമെന്റ് എന്ന് വെച്ചതാണ് റെസ്പോണ്ടന്റിനെയാണ് എലമെന്റ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ വ്യക്തികളും നമ്മളെ സംബന്ധിച്ച് എന്താണ് കേസ് അല്ലെങ്കിൽ എലമെന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ പറയുന്ന ഓരോ വ്യക്തികളും നമ്മളെ സംബന്ധിച്ച എലമെന്റ് ആണ്. ഈ ടോട്ടൽ എലമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ആ പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് എടുക്കുന്നത്, നമ്മൾ സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനാണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻ എലമെന്റ് ഓഫ് ദ പോപ്പുലേഷൻ സെലക്ടഡ് ഇൻ ദ സാമ്പിളിംഗ് പ്രോസസ് ഓൺ വിച്ച് വി കളക്ട് ഡാറ്റ. ഇതിനാണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എലമെന്റ് എന്നുള്ള കാര്യം മനസ്സിലായി. ദെൻ all that items under consideration in any field of inquiry constitute a universe or population. അതായത് നമ്മളെ സംബന്ധിച്ച് all the items under the consideration in any field of inquiry constitute a universe or population. നമ്മളുടെ പഠനത്തിൽ ആരാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? നമ്മളുടെ പഠനത്തിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നതാണ് all the items under consideration. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്ന ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തികളും നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മളുടെ പോപ്പുലേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം നമ്മളുടെ എന്താണ്, പോപ്പുലേഷനാണ്. ഓക്കെ, ക്ലിയർ? Okay, then sample design is a definite plan determined before any data are actually collected for obtaining a sample from a given population. ഈ sample design എന്ന് വെച്ചാൽ is a definite plan determined before any data are actually collected. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണേക്ക് മുമ്പേ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് ഡിസൈൻ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഡാറ്റ കളക്ട് ചെയ്യണേക്ക് മുമ്പേ തന്നെ നമ്മൾ സാമ്പിൾ ഡിസൈൻ ചെയ്യണം. സാമ്പിൾ ഡിസൈൻ ചെയ്തതിന് ശേഷം സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡാറ്റ എക്സാക്ട് സാമ്പിൾ ഡിസൈനിലൂടെ സെലക്ട് ചെയ്ത സാമ്പിളിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലിയർ ആയി. ഇനി ദെൻ നമ്മളെ സംബന്ധിച്ച് ഡാറ്റ, നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻഫിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഫിനിറ്റ് ആയിരിക്കാം. എന്താണ് ഇൻഫിനിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പോപ്പുലേഷൻ്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ സാധിച്ചാൽ, എണ്ണം കൃത്യമായിട്ട് തിട്ടപ്പെടുത്താനും ആ പോപ്പുലേഷൻ്റെ കൃത്യമായിട്ടുള്ള എത്രയാണോ പോപ്പുലേഷൻ, ആ പോപ്പുലേഷൻ്റെ കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഈസ് ഇൻഫിനിറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ നോൺ പ്രോബബിലിറ്റി. അപ്പോൾ ഇൻഫിനിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് പോപ്പുലേഷൻ്റെ എണ്ണം കൃത്യമായിട്ട് അറിയില്ല. അതായത് ക്രിപ്റ്റോ കറൻസീസ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിന് പറയുന്നതാണത് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഫിനിറ്റ് പോപ്പുലേഷൻ? ഫിനിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നമുക്ക് എവിടെ നിന്നോ കിട്ടി, കൃത്യമായിട്ടുള്ള ഒരു നല്ല ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ എത്ര പേര് ക്രിപ്റ്റോ കറൻസീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോപ്പുലേഷൻ എന്താണ്, ഫിനിറ്റ് പോപ്പുലേഷനാണ്. ഫിനിറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, പോപ്പുലേഷൻ ഫിനിറ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എടുക്കണം. അപ്പോൾ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ നോൺ പ്രോബബിലിറ്റി, ഫിനിറ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തത് പോപ്പുലേഷൻ. ഓക്കെ, നമ്മൾ പോപ്പുലേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ എ പോപ്പുലേഷൻ ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ വിത്ത് എ സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. എന്താണ് ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നതാണ്? പോപ്പുലേഷൻ ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ വിത്ത് എ സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു കംപ്ലീറ്റ് സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ വിത്ത് എ സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ക്രിപ്റ്റോ കറൻസീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ആ ടോട്ടൽ ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. എ പോപ്പുലേഷൻ ഈസ് ദ എൻറ്റയർ ഗ്രൂപ്പ് ദാറ്റ് യു വാണ്ട് ടു ഡ്രോ കൺക്ലൂഷൻ അബൌട്ട്.
നമ്മൾ സത്യത്തിൽ ആരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ആ വോൾ പോപ്പുലേഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. ഇവരാണ്, ഇത്രയും ആളുകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇത്രയും ആളുകളാണ് ക്രിപ്റ്റോ കറൻസീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 1,00,000 ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 1,00,000 ആളുകളാണ് ക്രിപ്റ്റോ കറൻസീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവരെ പറ്റിയുള്ള ഒരു പഠനമാണ് ഞാൻ നടത്താൻ പോകുന്നത്. ഓക്കെ, എൻ്റെ പഠനം ഇന്ത്യയിലുള്ള ക്രിപ്റ്റോ കറൻസീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ 1,00,000 അല്ലെങ്കിൽ 2,00,000 ആളുകളെ പറ്റിയുള്ള പഠനമാണ് ഞാൻ നടത്താൻ പോകുന്നത്. ഈ 2,00,000 ആളുകളുടെ അടുത്തുനിന്ന് പഠനം നടത്താനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട്? എന്താ, ഈ 2,00,000 ആളുകളുടെ അടുത്ത് പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്യൽ സാങ്കേതികമായിട്ടും സമയവും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് പണം ചെലവഴിക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? സാമ്പിളിംഗ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഞാൻ എന്തെടുക്കുന്നു? സാമ്പിൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു 300 സാമ്പിൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 300 സാമ്പിൾ എടുത്ത് പഠിച്ചാലും ഞാൻ ആരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? ഈ പോപ്പുലേഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇതെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അതായത് പോപ്പുലേഷനിൽ നിന്ന് 300 സാമ്പിൾ എടുക്കുന്നുള്ളൂവെങ്കിലും ആ 300 പേരും ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ്? പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ്. സോ ഞാൻ പഠനം നടത്താൻ പോകുന്നത് സാമ്പിളിനെ കുറിച്ചല്ല, പോപ്പുലേഷനെ കുറിച്ചാണ്. സോ എ പോപ്പുലേഷൻ ഇസ് ദ എൻറ്റയർ ഗ്രൂപ്പ് ദാറ്റ് യു വാണ്ട് ടു ഡ്രോ കൺക്ലൂഷൻ അബൌട്ട്. അപ്പം ഞാൻ എൻ്റെ പഠനത്തിൽ എൻ്റെ പഠനത്തിൽ 300 പേരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ഡാറ്റ വെച്ചിട്ട് ഞാൻ അനലൈസ് ചെയ്ത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ഞാൻ എഴുതുമ്പോൾ ആരെ പറ്റിയാണ് എഴുതേണ്ടത്? സാമ്പിൾ. ഈ 300 പേരുടെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല എഴുതേണ്ടത്. ഈ 1,00,000 അല്ലെങ്കിൽ 2,00,000 ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്ന ആ പോപ്പുലേഷൻ്റെ അഭിപ്രായം ഇന്നതാണെന്നുള്ള രീതിയിലാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ പഠനം നടത്തുന്നത് പോപ്പുലേഷനെ കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് എന്തെടുത്തുന്നുള്ളൂ? അവരിൽ നിന്നൊരു സാമ്പിൾ എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ കഞ്ഞി വെക്കാണ് അല്ലേ, അല്ലെങ്കിൽ ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് അരിയിട്ട് നമ്മളത് വേവിച്ചെടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? കുറച്ച് സാമ്പിൾ എടുക്കും അല്ലേ, കുറച്ച് തവിയിൽ കുറച്ച് കോരി എടുത്തിട്ട് വെന്തോ എന്നുള്ളത് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, കോരി എടുത്ത ഒരു 3-4 എന്താണ് ചോറ് അല്ലേ, അതായത് ആ അരിമണികൾ വെന്തോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് 2 എണ്ണം വെന്തു, എടുത്ത 2 എണ്ണം വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ആ ചോറ് മൊത്തം, ആ കലത്തിലുള്ള ചോറ് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്? വെന്തിട്ടുണ്ട് എന്നുള്ളതിൽ നമ്മൾ ഡിസൈഡ് ചെയ്യാം. അതല്ലാതെ 2 എണ്ണം മാത്രമാണ് വെന്തിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. ആ സാമ്പിളിനെ പറ്റിയല്ല നമ്മൾ പറയാം. ആ സാമ്പിൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്? ആ കലത്തിലിരിക്കുന്ന ചോറിനെ കംപ്ലീറ്റ്ലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മൾ പറയുന്നത് എന്താണ്? ആ കലത്തിലുള്ള ചോറ് അഥവാ പോപ്പുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫുള്ളി വെന്തിട്ടുണ്ട് എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ നമ്മളത് വീട്ടിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അരി വെന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഞാൻ കോരി നോക്കിയ 2 വറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വെന്തിട്ടുണ്ട്. അങ്ങനെയാണോ പറയുക? അല്ല. ഓക്കെ, വെന്തിട്ടുണ്ട്. അത് ജനറലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? പറയും. ഓക്കെ, സോ നമ്മൾ പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? പോപ്പുലേഷനെ കുറിച്ചാണ്. ദെൻ വാട്ട് ഈസ് സാമ്പിൾ? എന്താണ് സാമ്പിൾ? സാമ്പിൾ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. അതായത് ഈ ഒരു പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത്? ഈ സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഒരാളെ എടുത്തു, ഇവിടെ നിന്ന് ഒരാളെ എടുത്തു, ഇവിടെ നിന്ന് ഒരാളെ എടുത്തു, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരാളെ എടുത്തു, ഇവിടെ നിന്ന് ഒരാളെ എടുത്തു. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പോപ്പുലേഷനിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നും കുറച്ച് ആളുകൾ എടുത്തിട്ടാണ് നമ്മൾ സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എ സാമ്പിൾ ഇസ് എ സ്പെസിഫിക് ഗ്രൂപ്പ് ദാറ്റ് യു വിൽ കളക്ട് ഡാറ്റ ഫ്രം. എ സാമ്പിൾ ഇസ് എ സ്പെസിഫിക് ഗ്രൂപ്പ് ദാറ്റ് യു വിൽ കളക്ട് ഡാറ്റ ഫ്രം. ഈ സാമ്പിളിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ കളക്ട് ചെയ്യുന്നത്. Okay, sample is a smaller and more manageable representation of a large group. A sample is a smaller and more manageable representation of a large group. ഈ ലാർജർ ഗ്രൂപ്പ് മാനേജബിൾ ആണോ? അല്ല. ഈ 1,00,000 ആളുകളുടെ അടുത്ത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല, സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാമ്പിളിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതെന്താണ് നമ്മളെ സംബന്ധിച്ച്? മാനേജബിൾ ആണ്, സ്മോളർ ആണ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ആ ലാർജർ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണത് ഈ സാമ്പിൾ എന്ന് പറയുന്നത്. സോ എന്താണ് പോപ്പുലേഷൻ എന്നും എന്താണ് സാമ്പിൾ എന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനി അടുത്തത് നെക്സ്റ്റ് ഒരു പോപ്പുലേഷൻ്റെ എക്സാമ്പിളിലേക്ക് നോക്കാം. If you are studying the effectiveness of online teaching in the US, it would be very difficult to get a sample that's representative of high school students in the country. For example, നമ്മൾ നോക്കാം. If you are studying the effectiveness of online teaching in the US, നമുക്കറിയാം ഇപ്പോൾ ഒരു ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ ഒരു ട്രെൻഡ് ആണല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ടീച്ചിങ്ങിലൂടെയാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. If you are studying the effectiveness of online teaching in US, യുഎസിലെ ഓൺലൈൻ ടീച്ചിങ്ങിനെ പറ്റിയുള്ള ഒരു പഠനം നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. It would be very difficult to get a sample that's representative of all high school students in the country. ഓക്കെ, അപ്പോൾ
ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൺലൈൻ ടീച്ചിങ്ങിൽ ആരൊക്കെയാണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് നോക്കണം. സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചാലല്ലേ എഫക്റ്റീവ്നെസ് ഉണ്ടോ, ടീച്ചിങ് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. സോ ആ സ്റ്റുഡൻസ് ആണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. Okay, so it would be very difficult to get a sample that's representative of all high school students in the country. നമ്മൾ ഈ അമേരിക്കയിലെ ഹൈസ്കൂളിലുള്ള സ്റ്റുഡൻസിൻ്റെ സാമ്പിൾ എടുക്കൽ എന്താണ്, വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ US എന്ന് പറയുന്നത് എന്താണ്, ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേറ്റ്സുകൾ ചേരുന്നതാണ് US എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ടെക്സാസ് അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകളെല്ലാം ചേരുന്ന ഒരു വലിയൊരു കൺട്രിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് സാമ്പിൾ എടുക്കാന്ന് വെച്ചാൽ എന്താണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കുട്ടികൾ ഓൺലൈനായിട്ട് പഠനം നടക്കുന്നുണ്ട്. സോ സാമ്പിൾ എടുക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ ടു മേക്ക് അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഹ്യൂജ്, വലിയ ലാർജ് പോപ്പുലേഷനാണ്. To make the research more manageable and to draw more precise conclusion, you could focus on a narrower population. For example, 9th grade students in the low income areas of New York. നമ്മൾ എന്ത് ചെയ്യുന്നു, പഠനം കുറച്ചുകൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ് മാത്രമായിട്ട് എടുത്ത് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അവിടുത്തെ ആരെ മാത്രമാണ്, ഹൈസ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. സോ ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ 9th ഗ്രേഡ് എന്ന് പറയുന്ന ഹൈസ്കൂളാണ്. അപ്പോൾ 10th ഗ്രേഡിനെയും അതുപോലെ തന്നെ 8th ഗ്രേഡിനെയൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ആരെ മാത്രം എടുക്കുന്നു, 9th ഗ്രേഡിനെ മാത്രം എടുക്കുന്നു. സോ അപ്പോൾ നമ്മുടെ ഒരു ലാർജ് പോപ്പുലേഷൻ എന്നുള്ളത് എന്തായിട്ട് മാറി, ഒരു സ്മോൾ പോപ്പുലേഷനായിട്ട് മാറി. ഈ 9th ഗ്രേഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, 8th അതുപോലെ തന്നെ 10th, ദാറ്റ് ഈസ് ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നവർ ആരാണ്, ഈ 9th ഗ്രേഡ് സ്റ്റുഡൻസ്, സംശയമില്ല. ഓക്കെ, മാത്രമല്ല അമേരിക്കയിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള ന്യൂയോർക്ക് എടുത്താലും കുഴപ്പമില്ല. ഈ ന്യൂയോർക്ക് അമേരിക്കയിലുള്ള എല്ലാ സ്റ്റേറ്റിനെയും എന്ത് ചെയ്യുന്നതാണ്, റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, 9th ഗ്രേഡ് സ്റ്റുഡൻസ് ലോ ഇൻകം ഏരിയാസ് ഓഫ് ന്യൂയോർക്ക്, ലോ ഇൻകം ഏരിയാസിനെ മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സാമ്പിളിങ് കുറച്ചുകൂടി എന്താണ്, എളുപ്പമാണ്. അപ്പോൾ പോപ്പുലേഷൻ വലുതായി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പരമാവധി ചുരുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ എന്താണ് പോപ്പുലേഷൻ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ദെൻ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ. ഈ സെൻസസും സാമ്പിൾ സർവേയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾ ഐറ്റം ഇൻ ദ എനി ഫീൽഡ് ഓഫ് ഇൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് എ യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, എന്താണ്, നമ്മളിപ്പോൾ അമേരിക്കയിലുള്ള സ്റ്റുഡൻസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എന്താണ് ഓൺലൈൻ ടീച്ചിങ്ങിനോടുള്ള എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡൻസിനടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനാണെങ്കിൽ ന്യൂയോർക്കിലുള്ള 9th ഗ്രേഡിൽ പഠിക്കുന്ന ലോ ഇൻകം ഏരിയാസ് ആയിട്ടുള്ള അവരുടെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനാണെങ്കിൽ ആ ഡാറ്റ എന്ന് പറയുന്നത് ഏകദേശം ലോ ഇൻകം ഏരിയാസിൽ ഏകദേശം ഒരു 500 പേര് എന്ത് ചെയ്യുന്നുണ്ട്, 500 പേര് റിസൈഡ് ചെയ്യുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. 500 പേരാണ് ലോ ഇൻകം ഏരിയാസിലെ 9th ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടികളെങ്കിൽ അതാണ് നമ്മളുടെ പോപ്പുലേഷൻ. ക്ലിയർ? അതാണ് നമ്മളുടെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ എത്ര പേരുണ്ട്, 500 പേരുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 500 പേരെടുത്ത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഈ 500 പേരെടുത്ത് ഡാറ്റ കളക്ട് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സോ ആ 500 പേരെടുത്ത് ഡാറ്റ കളക്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ പോകുന്ന പഠനത്തെ വിളിക്കുന്ന പേരാണ് സെൻസസ് സർവേ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് വി ആർ സ്റ്റഡിങ് ദ എൻറ്റയർ പോപ്പുലേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എൻറ്റയർ പോപ്പുലേഷനെ പറ്റി നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്, സെൻസസ് സർവേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഓൾ ദ ഐറ്റംസ് ഇൻ എനി ഫീൽഡ് ഓഫ് ഇൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് എ യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ. A complete enumeration of all items in the population is known as census inquiry. അതായത് പോപ്പുലേഷനിലുള്ള എല്ലാവരിടത്തുനിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, സെൻസസ് എൻക്വയറി എന്നാണ് വിളിക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇൻക്വയറി ഇൻവോൾവ്സ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം, മണി ആൻഡ് എനർജി. ഈ 500 പേരുടെ അടുത്ത് നിന്ന് പോയി അവരുടെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യൽ നമ്മളുടെ സമയം ഒരുപാട് ചിലവഴിക്കും, അതുപോലെ തന്നെ പണം ഒരുപാട് ഒഴുകും, അതുപോലെ തന്നെ എനർജിയും ഒരുപാട് വേസ്റ്റ് ആവും. സോ അതെന്താണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സെൻസസ് സർവേ നടത്തുക എന്നുള്ളത്. ഓക്കെ, ഇൻ സച്ച് കേസസ് ദർ ഇസ് നോ യൂട്ടിലിറ്റി ഓഫ് സെൻസസ് സർവേ. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, സെൻസസ് തന്നെ ചെയ്യണമെന്നില്ല, പോപ്പുലേഷനെ കംപ്ലീറ്റ് പഠിക്കണമെന്നില്ല. നമ്മളുടെ റിസർച്ച് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്മാരെല്ലാവരും നമുക്ക് തന്ന ഒരു എളുപ്പ വഴി, അവർ കണ്ടെത്തി തന്നൊരു വഴിയാണെന്ത്, സാമ്പിളിങ്. നിങ്ങൾ പോപ്പുലേഷനെ കംപ്ലീറ്റ് പഠിക്കേണ്ടതില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള ഒരു സാമ്പിളിംഗ് ടെക്നിക്ക് എടുത്തിട്ട് അത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങോ അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ എടുത്തിട്ട് പഠിച്ചാലും മതി. കാരണം സാമ്പിൾ എന്ന് പറയുന്നത് ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ്, പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സെൻസസ് സർവേ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു 300, 200, 100 ആണ് നമ്മുടെ പോപ്പുലേഷൻ ഉള്ളുവെങ്കിൽ
നമ്മൾ എന്തിനും പോകേണ്ട കാര്യമില്ല, സാമ്പിളിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം എന്താണ്, സെൻസസ് അതായത് ആ വോൾ പോപ്പുലേഷൻ്റെ അടുത്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തെടുത്ത് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സാധ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും സെൻസസ് സർവേ തന്നെ ചെയ്യുക. കാരണം ബെറ്റർ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സെൻസസ് സർവേ ആയിരിക്കും റാദർ ദാൻ സാമ്പിളിംഗ്. ഓക്കെ, പക്ഷേ നമുക്ക് സെൻസസ് സർവേയിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോവാം, സാമ്പിളിങ്ങിലേക്ക് പോവാം. അത് കൃത്യമായിട്ടുള്ളൊരു മെത്തഡോളജി ആണെന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് എല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഇൻ സച്ച് കേസ് ദർ ഇസ് നോ യൂട്ടിലിറ്റി ഓഫ് സെൻസസ് സർവേ. നമ്മൾ സെൻസസ് സർവേയിലേക്ക് പോകേണ്ട, നമുക്ക് ഇതിലേക്ക് പോവാം, ഈ ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ സാമ്പിളിങ്ങും അതുപോലെ തന്നെ സെൻസസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഫാക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ബഡ്ജറ്റ്. ഓക്കെ, സാമ്പിളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സാമ്പിൾ എന്താണ്, സ്മോൾ ബഡ്ജറ്റാണ്, വലിയ ചിലവൊന്നുമില്ല. ഓക്കെ, സെൻസസ് ആണെങ്കിലോ ലാർജ് ആണ്, അതായത് ബഡ്ജറ്റ് കുറച്ച് ലാർജ് ആയിരിക്കും, നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വരും, കൂടുതൽ ചിലവ് ഏതിലായിരിക്കും, സെൻസസിലായിരിക്കും. ദെൻ ടൈം അവൈലബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പിളിങ്ങിന് നമുക്ക് എന്ത് മതി, കുറഞ്ഞ സമയം മതി. ഓക്കെ, കാരണം ഒരു 200-300 സാമ്പിളല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ, കുറഞ്ഞ സമയം മതി. എന്നാൽ സെൻസസിലേക്ക് പോകുമ്പോൾ അത് ലോങ് ആയിട്ടുള്ള ടൈം എടുക്കും കമ്പയർ ടു സാമ്പിൾ എടുക്കുന്നതിന് കൂടുതൽ സമയം നമുക്ക് ചിലവഴിക്കും. ദെൻ പോപ്പുലേഷൻ സൈസ്, സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ലാർജ് പോപ്പുലേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിളിങ് എടുക്കുക. അത് നമ്മുടെ പോപ്പുലേഷൻ ഒരുപാട് ലാർജ് ആണെങ്കിലാണ് നമ്മൾ ഏതിലേക്ക് പോവുക, സാമ്പിളിങ്ങിലേക്ക് പോവുക. ഓക്കെ, നമ്മൾ സെൻസസ് നമ്മൾ എപ്പോഴാണ് ചൂസ് ചെയ്യുക, നമ്മുടെ പോപ്പുലേഷൻ സ്മോൾ ആണെങ്കിലാണ്, ഒരു 200-300 നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന, നമ്മുടെ സമയത്തിനും അതുപോലെ തന്നെ പണത്തിനും ഒക്കെ ഒതുങ്ങി നിന്ന് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു പോപ്പുലേഷൻ സൈസ് ആണെങ്കിൽ, ഒരു സ്മോൾ സൈസ് ആണെങ്കിൽ മാത്രം നമ്മൾ ഏതിലേക്ക് പോയാൽ മതി, സെൻസസിലേക്ക് നമ്മൾ പോയാൽ മതി. ഓക്കെ, ദെൻ അടുത്തതാണ് വേരിയൻസ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സിൽ ഉണ്ടാവുന്ന വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾ ആണെങ്കിൽ സ്മോൾ ആയിരിക്കും. എന്താണ് വേരിയൻസ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മുടെ പോപ്പുലേഷനിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോപ്പുലേഷനെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ വ്യക്തികളുടെയും അഭിപ്രായത്തിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും അല്ലേ. നമ്മുടെ പോപ്പുലേഷനിലുള്ള ഓരോ വ്യക്തികളുടെ അഭിപ്രായത്തിൽ ഭിന്നതകളുണ്ടാവും. ഓക്കെ, സോ അവരുടെ അഭിപ്രായത്തിൽ ഭിന്നതകളെയാണ് വിളിക്കുന്നത് വേരിയൻസ് എന്ന് വിളിക്കുന്നത്. സോ വേരിയൻസ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സാമ്പിളിലാണെങ്കിൽ വേരിയൻസ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സിലെ വേരിയൻസ് വളരെ കുറവായിരിക്കും. അതാണ് അപ്പോഴാണ് നമ്മൾ എന്തെടുക്കുക, സാമ്പിളിംഗ് എടുക്കാം. പക്ഷേ സെൻസസിലാണെന്നുണ്ടെങ്കിലോ വേരിയൻസ് ഇൻ ദ ക്യാരക്ടേഴ്സ് വിൽ ബി ലാർജ്. വേരിയൻസ് എന്തായിരിക്കും, ലാർജ് ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 200 ആളുകളുടെ അടുത്താണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുള്ളൂ, 200 പേരാണ് പോപ്പുലേഷനുള്ളൂ. ആ 200 പേര് തമ്മിൽ എന്തുണ്ടാവും, ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തെടുക്കുക, സെൻസസ് എടുക്കാം. ഓക്കെ, നമ്മളൊരു 1,00,000 ആളുകളുണ്ട്, ഈ 1,00,000 ആളുകളുടെ അഭിപ്രായത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തെടുക്കുക, സാമ്പിളിംഗ് എടുക്കുക. സാമ്പിളിംഗിൽ എന്തായിരിക്കും, വേരിയൻസ് ഇൻ ദ ക്യാരക്ടേഴ്സ് വിൽ ബി വെരി സ്മോൾ ആയിരിക്കും. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ദ സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എററിൻ്റെ കാര്യം, സാമ്പിളിംഗ് എറർ സാമ്പിളിൽ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും, സെൻസസിൽ എന്തായിരിക്കും, വളരെ കൂടുതൽ. ദെൻ കോസ്റ്റ് ഓഫ് നോൺ സാമ്പിളിംഗ് എറർ. ഇപ്പോൾ നമ്മൾ സാമ്പിളിംഗ് എറർ എന്താണ്, നോൺ സാമ്പിളിംഗ് എറർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നോൺ സാമ്പിളിംഗ് എറർ എവിടെ എന്തായിരിക്കും, സാമ്പിളിൽ വളരെ കൂടുതലായിരിക്കും, സെൻസസിൽ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് നേച്ചർ ഓഫ് മെഷർമെൻറ്റ് എങ്ങനെയാണ്, സാമ്പിൾ ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും, സെൻസസ് ആണെങ്കിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ഓക്കെ, നേച്ചർ ഓഫ് മെഷർമെൻറ്റ്, നമ്മളത് മെഷർ ചെയ്യുന്നത് സാമ്പിൾ ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും, സെൻസസ് ആണെങ്കിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. അറ്റൻഷൻ ടു ഇൻഡിവിജ്വൽ കേസസ്, സാമ്പിൾ ആണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കേസിനും നമ്മൾ എന്ത് കൊടുക്കും, അറ്റൻഷൻ കൊടുക്കും. സെൻസസ് ആണെങ്കിൽ അങ്ങനെ ഒരു അറ്റൻഷൻ കൊടുക്കില്ല. കാരണം നമുക്ക് നമ്മളെ എല്ലാ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുകയാണ്. സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ടാണ് പഠിക്കുക. സോ അറ്റൻഷൻ ടു ദ ഇൻഡിവിജ്വൽസ് വിൽ ബി, സാമ്പിളിൽ അറ്റൻഷൻ കൂടുതലുണ്ടാവും, സെൻസസിലാണെങ്കിൽ അത്രത്തോളം അറ്റൻഷൻ ഉണ്ടാവണമെന്നില്ല. സോ ഇതാണ് സാമ്പിളിങ്ങും അതുപോലെ തന്നെ സെൻസസ് സർവേയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മളിവിടെ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കഴിയുന്നതാണെങ്കിൽ സെൻസസ് ചെയ്യുക, അതായത് ഓൾ പോപ്പുലേഷനെ പറ്റി പഠിക്കുക. നമുക്കത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് പോകാം, സാമ്പിൾ സർവേയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെയും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാമ്പിൾ ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ പോപ്പുലേഷൻ 2,00,000, ആ 2,00,000-ൽ നിന്ന് 200-300 സാമ്പിളാണ് എടുക്കുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിറ്റിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. അതായത് ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് പോലുള്ള സ്റ്റാറ്റിറ്റിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക. അതേസമയം സെൻസസ് സർവേ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റാറ്റിറ്റിക്കൽ ടെസ്റ്റ്, അതായത് പാരാമെട്രിക് ടെസ്റ്റുകൾ, നോൺ പാരാമെട്രിക് ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല.
പെർസെൻറ്റേജ് അനാലിസിസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ മീൻ എടുക്കണമെന്നില്ല, പെർസെൻറ്റേജ് അനാലിസിസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പക്കാ സെൻസസിൻ്റെ റിപ്പോർട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സാമ്പിൾ എടുക്കുമ്പോഴും സെൻസസ് സ്റ്റഡി ചെയ്യുമ്പോഴും എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാമ്പിൾ എടുത്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളായിട്ടുള്ള നമ്മളുടെ മീൻ മീഡിയൻ മോഡ്, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, അതായത് പാരാമെട്രിക് ടെസ്റ്റുകൾ, നോൺ പാരാമെട്രിക് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട്. പാരാമെട്രിക് ഉണ്ട്, നോൺ പാരാമെട്രിക് ഉണ്ട്. ഈ പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലാണ്, നമ്മൾ സാമ്പിൾ സർവേയിലൂടെയാണ് ഡാറ്റ കളക്ട് ചെയ്തെങ്കിലാണ്. അതേസമയം നമ്മൾ സെൻസസ് സർവേ ആണ് എടുത്തതെങ്കിൽ ഓൾ പോപ്പുലേഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, പെർസെൻറ്റേജ് അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പോകാവുന്നതാണ്. ഇത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ സ്റ്റെപ്സ് ഇൻ സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ ഡിസൈനിലെ സ്റ്റെപ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സാമ്പിൾ ഡിസൈനിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ടൈപ്പ് ഓഫ് യൂണിവേഴ്സ്. നമ്മളുടെ യൂണിവേഴ്സിൻ്റെ ടൈപ്പ് എന്താണ്, നമ്മൾ ആരെ പറ്റിയാണ് പഠിക്കുന്നത്, ആ പോപ്പുലേഷനെ പറ്റിയുള്ള, ആ യൂണിവേഴ്സിനെ പറ്റിയുള്ള ഒരു ധാരണ നമ്മൾക്ക് വേണം. ടൈപ്പ് ഓഫ് യൂണിവേഴ്സ്, അതിൻ്റെ യൂണിവേഴ്സ് എങ്ങനെയുള്ളവരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതായത് വളരെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നവരാണോ, അതോ ഇവരെല്ലാവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ളവരാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മൾക്ക് വേണം. ദെൻ സാമ്പിളിംഗ് യൂണിറ്റ്, നമുക്ക് അതിൽ നിന്ന്, അപ്പോൾ ഇവർ വളരെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നത്, നമുക്ക് സാമ്പിളിംഗ് യൂണിറ്റ് എത്രയാണ് നമുക്ക് സാമ്പിൾ യൂണിറ്റ് വേണ്ടത്, 200 ആണോ അതോ 300 ആണോ, എത്രയാണ് സാമ്പിൾ സൈസ് വേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. സാമ്പിളിംഗ് യൂണിറ്റ് നമുക്ക് അറിഞ്ഞിരിക്കാം. ദെൻ സോഴ്സ് ലിസ്റ്റ്, സാമ്പിളിംഗ് ഫ്രെയിം, നമ്മളത് വേണം, സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കിപ്പോൾ എറണാകുളം ജില്ലയിൽ വന്ന് താമസിക്കുന്ന ആളുകൾ, അപ്പോൾ അത് എറണാകുളം ജില്ലയിലെ ആളുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിനെ കുറിച്ചാണ് നമുക്കറിയേണ്ടതെങ്കിൽ, എറണാകുളം ജില്ലയിലുള്ള ആളുകളാണ് നമ്മളുടെ ടോട്ടൽ പോപ്പുലേഷൻ. സോ എറണാകുളം ജില്ലയിലുള്ള ടോട്ടൽ ആളുകളാണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയിലുള്ള ആളുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഈ എറണാകുളം ജില്ലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അത് വ്യത്യസ്ത നാടുകളിലുള്ള പല ആളുകളും ഇൻഫോ പാർക്ക് അതുപോലുള്ള പല വ്യാവസായിക കാര്യങ്ങൾക്ക് ജോലി അടിസ്ഥാനത്തിൽ പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എറണാകുളം ജില്ലയിൽ വന്ന് താമസിക്കുന്നവരുണ്ട്. സോ നമ്മൾ ആരെ മാത്രമാണ് ഫ്രെയിമിലേക്ക് കൊണ്ടുവരേണ്ടത്, സാമ്പിളിംഗ് ഫ്രെയിമിലേക്ക് ആരെ മാത്രമേ കൊണ്ടുവരാവുള്ളൂ, എറണാകുളം ജില്ലയിലുള്ള സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളെ മാത്രമാണ് എന്ത് ചെയ്യാവുള്ളൂ, ആ സാമ്പിളിംഗ് ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നാലല്ലേ എറണാകുളം ജില്ലക്കാരെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UAE-യിലുള്ള ആളുകളെ പറ്റി നമുക്ക് പഠിക്കണം. ഓക്കെ, ദുബായിലുള്ള ആളുകളെ പറ്റി നമുക്ക് പഠിക്കണം. അവരെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടുത്തെ എത്നിക് ഒറിജിൻസ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ഫ്രെയിമിലേക്ക് വരാവുള്ളൂ. അവിടെ ടോട്ടൽ ആളുകൾ UAE-യിൽ ഏതൊക്കെ ആളുകളുണ്ട്, മലയാളികളുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനികളുണ്ട്, അങ്ങനെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളെല്ലാം UAE-യിൽ ദുബായിൽ വന്ന് താമസിക്കുന്നുണ്ട്. സോ അതെല്ലാം നമ്മുടെ പോപ്പുലേഷനിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. UAE-യുടെ ആളുകളുടെ ക്യാരക്ടേഴ്സിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് താമസിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സാമ്പിൾ ഫ്രെയിം ചെയ്യണം. സോ ഇതാണ് സോഴ്സ് ലിസ്റ്റ് അഥവാ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഫ്രെയിം ചെയ്യാം. ഈ ഫ്രെയിമിങ് കൃത്യമായി ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറ്റും, എറർ സംഭവിക്കും. ആക്സിഡൻ്റലി നമ്മളുടെ സാമ്പിളിലേക്ക് ആര് കടന്നു വരും, കടന്നു വരുന്ന ആരാണ്, അതായത് ഇപ്പോൾ UAE-യിലുള്ള ആളുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ സാമ്പിളിംഗ് ഫ്രെയിമിലേക്ക് UAE-യിലുള്ള ആളുകൾ മാത്രമേ വരാവുള്ളൂ. ആരെ നമ്മൾ ഔട്ടാക്കണം, വന്ന് താമസിക്കുന്ന ആളുകൾ ഔട്ടാക്കണം. ആക്സിഡൻ്റലി ഇതിലുള്ള ഈ വന്ന് താമസിക്കുന്ന ആളുകൾ നമ്മുടെ സാമ്പിളിങ്ങിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, എറർ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഡാറ്റേനെ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. സോ സാമ്പിളിംഗ് ഫ്രെയിം കൃത്യമായിട്ട് ചെയ്യാം. സാമ്പിളിംഗ് യൂണിറ്റ് കറക്റ്റ് ആക്കുക. സൈസ് ഓഫ് സാമ്പിൾ, നമ്മുടെ സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുക. പാരാമീറ്റർ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മളുടെ പാരാമീറ്റർ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് സ്റ്റഡിയിൽ മെയിൽ വേണോ ഫീമെയിൽ വേണോ, ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആളുകളൊക്കെ വേണം എന്നുള്ളതിനെ പറ്റി ആ പാരാമീറ്റർ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്രൈബ് ചെയ്യണം. ദെൻ ബഡ്ജറ്ററി കൺസ്ട്രെയിൻ, അതായത് നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ നോക്കണം. ദെൻ സാമ്പിളിംഗ് പ്രൊസീജിയർ, നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ, പ്രോബബിലിറ്റി ആണെങ്കിൽ സിമ്പിൾ റാൻഡം ആണോ, സിസ്റ്റമാറ്റിക് ആണോ, അതോ സ്ട്രാറ്റിഫൈഡ് ആണോ, അതോ ക്ലസ്റ്റർ ആണോ, 2 സ്റ്റേജ് ആണോ, അതോ സിംഗിൾ സ്റ്റേജ് ആണോ, അതോ മൾട്ടി സ്റ്റേജ് ആണോ, അത് മൾട്ടി ഫേസ് സാമ്പിളിംഗ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അല്ലെങ്കിൽ ഇപ്പോൾ നോൺ പ്രോബബിലിറ്റി ആണെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ് ആണോ, അതോ ക്വാർട്ടർ സാമ്പിളിംഗ് ആണോ, അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ആണോ, പർപ്പസീവ് സാമ്പിളിംഗ് ആണോ, ഡയമെൻഷണൽ സാമ്പിളിംഗ് ആണോ, ഏത് സാമ്പിളിംഗ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയർ ഏതാണ് എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിളിംഗ് ഡിസൈനിൽ
സൂചിപ്പിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ സാമ്പിൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതേണ്ടതെന്നാണ് നമ്മളുടെ പഠനം ഏരിയ എവിടെയാണ്, ടൈപ്പ് ഓഫ് യൂണിവേഴ്സ്, സാമ്പിളിംഗ് യൂണിറ്റ് ആരാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് സ്റ്റെപ്സ് ഇൻ ദ സാമ്പിളിംഗ് ഡിസൈനിൽ പറയുകയാണെങ്കിൽ UAE-യിലുള്ള ആളുകളെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ UAE-യിലുള്ള ആ ടോട്ടൽ ആളുകളാണ് എന്ത് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്, അതായത് UAE-യിലുള്ള വന്ന് താമസിക്കുന്ന ആളുകളല്ലാതെ അവിടെയുള്ള ജനതയാണ് നമ്മുടെ എന്ത് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സാമ്പിളിംഗ് യൂണിറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സോഴ്സ് സാമ്പിളിംഗ് ഫ്രെയിം കൃത്യമായിട്ട് നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് സൈസ് ഓഫ് സാമ്പിൾ, ഇതിൽ നിന്ന് ഈ സാമ്പിളിംഗ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മൾ എന്തെടുക്കാൻ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഇങ്ങനെ സാമ്പിൾ എടുക്കരുത്, കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്നു പോരുത്. സോ അതിൻ്റെ ഫ്രെയിം കറക്റ്റ് ആയിരിക്കണം, ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം സാമ്പിൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ മെയിൽ ഫീമെയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. ബഡ്ജറ്റ് നമ്മൾ നോക്കുക, സാമ്പിളിംഗ് പ്രൊസീജിയർ പ്രോബബിലിറ്റി ആണെങ്കിൽ പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി ആണെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാം. ഇതാണ് സ്റ്റെപ്സ് ഇൻ സാമ്പിളിംഗ് ഡിസൈൻ, സാമ്പിളിംഗ് ഡിസൈനിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ ഡിസൈൻ. ഒരു നല്ല സാമ്പിൾ ഡിസൈൻ്റെ ഒരു നല്ല ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ട്രൂലി റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. ഒരു ട്രൂലി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ UAE-യിലുള്ള ജനതയെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, UAE-യിലുള്ള ജനത തന്നെ ആയിരിക്കണം നമ്മുടെ എന്തിലേക്ക് വന്നിരിക്കുക, സാമ്പിളിംഗ് യൂണിറ്റിലേക്ക് വന്നിരിക്കേണ്ടത്. സോ ട്രൂലി റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ആയിരിക്കണം. സ്മോൾ സാമ്പിളിംഗ് എറർ, സാമ്പിളിംഗ് എറർ എന്തായിരിക്കണം, വളരെ കുറവായിരിക്കണം. ഓക്കെ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫണ്ട് അവൈലബിൾ, നമ്മുടെ ഫണ്ട് അവൈലബിലിറ്റി നമ്മൾ നോക്കണം. ദെൻ ബയാസ് ക്യാൻ ബി കൺട്രോൾ, അതായത് നമുക്ക് സാമ്പിൾ ഡിസൈൻ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ബയാസ് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. ബയാസ് എന്ന് വെച്ചാൽ എററുകളൊന്നും സംഭവിക്കരുത്. അതായത് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് UAE-യിലുള്ള ജനത നല്ല ക്യാരക്ടറുള്ള ആളുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെസ്പോൺസ് കിട്ടുന്ന ആളുകളെ മാത്രം നമ്മുടെ സാമ്പിളിലേക്ക് എടുക്കാതിരിക്കുക. ഓക്കെ, നമ്മളങ്ങനെ ഒരു ബയാസ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും കാണിക്കരുത്. ഓക്കെ, അപ്പോൾ റിസർച്ചിൽ കാണിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ബയാസ് എന്ന് പറയുന്നത്. അത് റിസർച്ച് എത്തിക്സിന് എതിരാണ്. ദെൻ റീസണബിൾ ലെവൽ ഓഫ് കോൺഫിഡൻസ്, അതായത് ലെവൽ ഓഫ് കോൺഫിഡൻസ് റീസണബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ഒരു സോഷ്യൽ സയൻസിൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഈ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് 95% സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വെച്ചാൽ 95% സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ആ ലെവൽ ഓഫ് കോൺഫിഡൻസ് 95% വരുന്ന രീതിയിലുള്ള ഒരു സാമ്പിൾ സൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ 95% കോൺഫിഡൻസ് ലെവൽസ് കിട്ടുന്ന സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യണത് എങ്ങനെയാണ്, അതിൻ്റെ സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ആ 95% വരുന്നതും ചില സോഷ്യൽ സയൻസ് റിസർച്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ 90% സിഗ്നിഫിക്കൻസ് ലെവൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പഠനം നടത്താറുണ്ട്. മെഡിക്കൽ സയൻസിലാണെങ്കിൽ അത് 99% കോൺഫിഡൻസ് ലെവലാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റീസണബിൾ ലെവൽ ഓഫ് കോൺഫിഡൻസ്, ആ ഒരു റീസണബിൾ ലെവൽ ഓഫ് കോൺഫിഡൻസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ഒരു ഗുഡ് സാമ്പിൾ ഡിസൈൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എലമെന്റ് ഓഫ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ സാമ്പിളിംഗ് ഫ്രെയിം ഈസ് ദ സോഴ്സ് മെറ്റീരിയൽ ഓർ ഡിവൈസ് ഫ്രം വിച്ച് എ സാമ്പിൾ ഡ്രോൺ. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ ദോസ് വിത്തിൻ ദ പോപ്പുലേഷൻ ഹൂ can be sampled and may include individual household or institution. For example, imagine you want to survey college students. നിങ്ങൾ കോളേജ് സ്റ്റുഡൻസിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. You might define your target population. നിങ്ങൾ ടാർഗറ്റ് പോപ്പുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, you might define your target population as all current college students with your state. നമ്മളുടെ സ്റ്റേറ്റിലുള്ള എല്ലാ കറന്റ് കോളേജുകളുടെ ലിസ്റ്റ് എടുക്കണം. The sampling frame is the list of all current college students in your state and their contact information. അപ്പോൾ the sampling frame എന്ന് വെച്ചാൽ എന്താണെങ്കിൽ the list ഓഫ് ഓൾ കറന്റ് കോളേജ് സ്റ്റുഡൻസ്, കേരളത്തിലുള്ള കോളേജ് സ്റ്റുഡൻസിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റാണ് എന്ത് നമ്മളുടെ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആ സാമ്പിളിംഗ് ഫ്രെയിമിൽ വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് കേരളത്തിലുള്ള ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ്, ആ ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഫോർ എക്സാമ്പിൾ ഫാമിലി ബിസിനസ്, അതായത് അച്ഛനമ്മമാർ ഫാമിലി ബിസിനസ് നടത്തുന്ന മക്കളുണ്ടാവും. ഈ ഫാമിലി ബിസിനസ് നടത്തുന്ന മക്കൾക്ക് അവരുടെ പഠന കാലഘട്ടത്തിന് ശേഷം സ്വന്തമായിട്ടൊരു ജോലിയിലേക്ക് പോകാനാണോ താല്പര്യം, അതോ അച്ഛനമ്മമാർ നടത്തിപ്പോരുന്ന ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനാണോ താല്പര്യം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പഠിക്കണം. സോ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പോപ്പുലേഷൻ ആരാണ്, കേരളത്തിലുള്ള കോളേജിൽ പഠിക്കുന്ന
ഫൈനൽ ഇയർ സ്റ്റുഡൻസിൽ ഫാമിലി ബിസിനസ് നടത്തുന്ന കുട്ടികളാണ് എൻ്റെ എന്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ പോപ്പുലേഷനിൽ നിന്ന് ഞാൻ സാമ്പിളിംഗ് ഫ്രെയിം ചെയ്യുന്നത് സാമ്പിളിംഗ് ഫ്രെയിം ഈസ് ദ ലിസ്റ്റ് ഓഫ് ഓൾ കറൻറ്റ് കോളേജ് സ്റ്റുഡൻസ് ഇൻ യുവർ സ്റ്റേറ്റ് ആൻഡ് ദർ കോൺടാക്ട് ഇൻഫർമേഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, കേരളത്തിലുള്ള എല്ലാ കോളേജുകളിലും പോയിട്ട് അവിടുത്തെ കോൺടാക്ട് ഇൻഫർമേഷൻ എടുക്കുക. എനിക്ക് ലഭ്യമായിട്ടുള്ളൊരു കോൺടാക്റ്റ് ഞാൻ എടുക്കണം. എന്നിട്ട് അതെങ്ങനെ എടുക്കുക, കോളേജിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഒരു ഓഫീസിൽ ഞാൻ ചെല്ലാം. അവിടെ ചെന്നിട്ട് പറയും ഞാൻ ഇന്നൊരു പഠനം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്ത് വേണം, ഇവിടെ പഠിക്കുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസിലെ ഫാമിലി ബിസിനസ്, അച്ഛനമ്മമാർ ഫാമിലി ബിസിനസ് നടത്തുന്ന കുട്ടികളുടെ മക്കളെയാണ് എൻ്റെ സാമ്പിളായിട്ട് ഞാൻ എടുക്കുന്നത്, അങ്ങനെയുള്ള ലിസ്റ്റ് തരാനായിട്ട് പറയുന്നു. സോ തീർച്ചയായിട്ടും അവിടെ കൃത്യമായിട്ട് ആ ലിസ്റ്റ് അവിടെ ഉണ്ടാവും. കാരണം എന്താണ്, ഈ കുട്ടി പഠിക്കാനായിട്ട് അവിടെ കയറുന്ന സമയത്ത് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ടാവും, അച്ഛനോ അമ്മയോ ഫാമിലി ബിസിനസ് ആണോ നടത്തുന്നത്, അത് എംപ്ലോയി ആണോ, അവരുടെ ഒക്യുപ്പേഷൻ, അതായത് ഫാദറിൻ്റെ മദറിൻ്റെ ഒക്യുപ്പേഷൻ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഒക്യുപ്പേഷൻ കാറ്റഗറി വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടും, ഈ കുട്ടിയുടെ ഇൻഫോർമേഷനും കിട്ടും, ഈ കുട്ടിയുടെ പേര്, അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ, അച്ഛൻ്റെയോ അമ്മയുടെ കോൺടാക്ട് നമ്പർ എല്ലാം എനിക്കെന്തും അവിടെ നിന്ന് കിട്ടും. സോ അങ്ങനെ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ഇത്തരത്തിലുള്ള ലിസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റും. സോ ഇതിനാണ് എന്ത് വിളിക്കുന്നത്, സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിളിങ്ങിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഏതെങ്കിലും തരത്തിലാണെങ്കിൽ, ഇപ്പോൾ ഒരു പൊതു കാര്യത്തെ പറ്റിയൊക്കെ അറിയാനാണെങ്കിൽ നമുക്ക് വിവരാവകാശം വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിളിംഗ് ഫ്രെയിം ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ ഇതാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് സാമ്പിളിംഗ് ഡിസൈൻ. സാമ്പിളിംഗ് ഡിസൈനിൻ്റെ പ്രോസസ്സ് ഇതാണ്. ഡിഫൈൻ ദ പോപ്പുലേഷൻ, ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്യുക, ഡിറ്റർമിൻ ദ സാമ്പിളിംഗ് ഫ്രെയിം ഡിറ്റർമിൻ ചെയ്യുക, സെലക്ടിങ് സാമ്പിളിംഗ് ടെക്നിക്ക്, അപ്രോപ്രിയേറ്റ് ഉള്ള സാമ്പിളിംഗ് ടെക്നിക്ക് നമ്മൾ ചൂസ് ചെയ്യുക. പ്രോബബിലിറ്റി ആണെങ്കിൽ പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി ആണെങ്കിൽ നോൺ പ്രോബബിലിറ്റി. ഡിറ്റർമിൻ ദ സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുക. എക്സിക്യൂട്ട് ദ സാമ്പിളിംഗ് പ്രോസസ് നമ്മൾ എന്ത് എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് സാമ്പിളിംഗ് ഡിസൈനിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സാമ്പിളിങ്ങിൻ്റെ ഒരു ബേസിക് ഫണ്ടമെൻ്റലായിട്ട് അറിയേണ്ട ചില സ്റ്റെപ്പുകളും പ്രോസസ്സും, പിന്നെ എന്താണ് പോപ്പുലേഷൻ എന്നും എന്താണ് സാമ്പിളിംഗ് എന്നും, സാമ്പിളിങ്ങും അതുപോലെ തന്നെ സെൻസസ് സർവേയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം നമുക്ക് ഈ സെഷനിലൂടെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.